ജമാൽ കിച്ചണിലേക്ക് സ്വാഗതം. ഇതാണ് മുട്ട മുർജി. മുട്ട മുർജി ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒലിവ് ഓയിലും ബട്ടർ ഇട്ടിട്ട് എന്ത് ചെയ്യണം, ചെറുതായി നന്നായിട്ട് വാട്ടിയെടുക്കണം. വാട്ടി എടുത്തിട്ട് എന്ത് ചെയ്യുക, അധികം ചെറുതാക്കി വെട്ടണം, വലുതാക്കി വെട്ടും പാടില്ല. ചെറുതാക്കി വെട്ടി നല്ലോണം വാട്ടിയതിന് ശേഷം എന്ത് ചെയ്യുക, തക്കാളി ഇടുക. ഇങ്ങനെ തക്കാളി ഇട്ട് എന്ത് ചെയ്യുക, നല്ലോണം ചെറിയ തീരെ നല്ലോണം വാട്ടിയെടുക്കുന്നത്. ഉപ്പും കുരുമുളകും ഇടുക. ഉപ്പ്, കുരുമുളക്, മഞ്ഞൾപ്പൊടി ഇനി എന്ത് ചെയ്യുക, നന്നായിട്ട് വാട്ടണം. മുട്ട ഇതുപോലെ ആദ്യം അടിച്ചെടുക്കണം. തക്കാളി നന്നായിട്ട് പാടിയാൽ എന്ത് ചെയ്യണം വെച്ചാൽ നന്നായിട്ട് പാടണം. ഇനി എന്ത് ചെയ്യണോ, ഒന്നായിട്ട് പാരുവാൻ പാടില്ല, ലേശ ഇങ്ങനെ ഒഴിച്ചിട്ട് എന്ത് ചെയ്യണോ, ഇങ്ങനെ റെഡിയാക്കി എടുത്താൽ അടിപൊളിയായിരിക്കും. അതെ, ഇതാ നന്നായിട്ട് പാടണം, നല്ലോണം പാടി വരണം. ഇതുപോലെ ലേശം മുട്ട വയ്ക്കുക. ലേശം വെച്ചിട്ട് എന്ത് ചെയ്യുക, ആദ്യം ബുർജിയാക്കി എടുക്കും. ഇത് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ്, അറിയാത്തവർക്ക് വേണ്ടിയിട്ടില്ല. അറിയുന്നവർ ഒരുപാട് ആളുണ്ടാവും. ഇതെന്താ, ഇതിങ്ങനെ നല്ലോണം എന്തെങ്കിനോ റെഡിയാക്കി ബുർജിയാകണം. ബുർജി ആയതിൻ്റെ ശേഷം എന്താവും, അടുത്ത മുട്ട വയ്ക്കാൻ പാടുള്ളൂ. അന്നേരം എന്ന് വെച്ചാൽ തള്ള വിളിച്ചിട്ട് $100 വരും. ഇതാ ഇങ്ങനെ ഉണ്ടാക്കും കേട്ടോ. ലാസ്റ്റ് മലിച്ചപ്പെടണോ, അത് ലാസ്റ്റ് ഇട്ടായി. തള്ളയല്ല കേട്ടോ, മാമ. എന്താ ശരിക്കും ബുർജി ആയതിന് ശേഷം അടുത്ത മുട്ട വയ്ക്കാൻ പാടുള്ളൂ കേട്ടോ. ഇതാ നല്ല ബുർജി ആയതിന് ശേഷം എന്ത് ചെയ്യുക, അടുത്ത മുട്ട വയ്ക്കുക. ഇവിടെ 2 മെയിൻ തപ്പാക്കന്മാർ വേറെ ഉണ്ട്. ഞാൻ സെക്കൻഡാണ്, അല്ല തേർഡാ. ശരിക്കും ബുർജിയാണ് കേട്ടോ. ബുർജി ആയതിൻ്റെ ശേഷം അടുത്ത മുട്ട, ആ മുട്ട ഇവിടെ ഉണ്ട് കേട്ടോ. ബുർജി ആയതിൻ്റെ ശേഷം എന്ത് ചെയ്യാൻ അടുത്ത മുട്ട വയ്ക്കുക. അങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ നല്ല അടിപൊളിയായിരിക്കും. അല്ലാണ്ട് മുട്ട അപ്പാടം വെച്ചാൽ കലവലിയായി പോകും. നാളെ മുട്ട പൊയിങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതും കാണിച്ചു തരാം. മുട്ട പൊയിങ്ങിയാൽ തോല് പൊളിയൂല. അതിന് പ്രത്യേക ഒരു സാധനം വയ്ക്കുന്നുണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ മുട്ട നല്ലോണം തോല് പൊളിയും. തിരക്കി മുട്ട തോല് പൊളിയൂല. അപ്പോൾ അതും കൂടി കാണിച്ചു തരാം നാളെ. അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യണേ, കാണുമ്പോൾ തന്നെ. ഒന്നാം ലൈക്ക് അങ്ങ് കുത്തിയേക്ക്, കാണുമ്പോൾ തന്നെ ബഹീൽ അടിക്കലേക്ക്. പുതിയ ആട് പൊയ്യുന്ന സംഭവം എല്ലാം വരുവാൻ പോകുന്നുണ്ട്. അടുത്ത് തന്നെ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. ആട് ശരിക്കും എങ്ങനെയാണ് പോയേണ്ടതെന്ന് വെച്ചാൽ അത് കാണിച്ചു തരാം, അതും കാണിച്ചു തരാം ഇൻഷാ അല്ലാഹ്. അബുദാബിയിൽ വന്നിട്ട് 10 ദിവസം കൊണ്ട് നല്ല അടിപൊളി പണി കിട്ടി. എപ്പോൾ പോവാന്നുള്ള അറിയില്ല, പ്രശ്നം വേറെ. ഇതാ ശരിക്കും ബുർജി ആയതിന് ശേഷം അടുത്ത മുട്ട വയ്ക്കാൻ പാടുള്ളൂ. എന്നാൽ മണി പോലെ ഉണ്ടാവും. അല്ലാണ്ട് നിങ്ങൾ അപ്പാട് മുട്ട വെച്ചാൽ എന്താകുമെന്ന് വെച്ചാൽ പിന്നെ എല്ലാം കൂടി കലവല കട്ട പിടിച്ചിട്ടുണ്ടാവും. അങ്ങനെയെല്ലാം പ്രശ്നങ്ങളുണ്ട്. ഞാൻ ബട്ടർ ഒലിവ് ഓയിലാണ് വെച്ചത്. ബട്ടർ ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ സാധാരണ എണ്ണ വെച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. ഇത് ഇല്ല, ഇതുവരെയും ബുർജി ആയിക്കില്ല, ആവും കേട്ടോ. ഇപ്പം ആവും ഇൻഷാ അല്ലാഹ്. ബുർജി ആയതിന് ശേഷമേ അടുത്ത മുട്ട വയ്ക്കാൻ പാടുള്ളൂ. എന്നാലാണ് കിണി ഉണ്ടാവുക, നല്ല മണി പോലെ ഉണ്ടാവും. അടുത്ത മുട്ട വയ്ക്കാൻ പോവാണ്. കുറേശ്ശെ വയ്ക്കുന്നുണ്ട്. ഇത് 13 മുട്ട ഉണ്ട്. അതിന് ഞാൻ 4 ഉള്ളിയാണ് എടുത്തത്, 3 തക്കാളി. കണ്ട
കണ്ടോ 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 ഇതാ. അടുത്ത മുട്ട ഇതാ ലേശം ഇട്ട് കൊടുക്കുക. അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, അട വെക്കുക. പിന്നെ എന്ത് ചെയ്യുക, ഇത് രണ്ടാമത് മിക്സ് ചെയ്യുക. അധികം മിനിറ്റൊന്നുമില്ല, കുറച്ച് മിനിറ്റേ ഉള്ളൂ. ഇപ്പം നല്ല മണിമണി പോലെ ഇനി മണിമണി ആക്കി എടുക്കണം. അതാണ് എൻ്റെ കഴിവ്. ആദ്യം ഉള്ളിയിട്ട് പിന്നെ തക്കാളി ഇട്ട് മുട്ട അപ്പാടങ്ങ് വെച്ചാൽ പിന്നെ അതിന് ബുർജി എന്ന് പറയില്ല, അതിന് വേറെ എന്തെങ്കിലും പറയുക. നോക്കിക്കോളി. ഞാനിവിടെ വന്നേരോ ഇവിടുത്തെ ഒരു കുക്കല്ല ഷെഫ് പുറത്ത് വന്ന് അങ്ങനെ അയാൾ എന്നോട് പറഞ്ഞു, ഇത് നമ്മളെ ജമാൽ കിച്ചണിലല്ലേ എന്ന് വെച്ച്. അതാണ് നമ്മുടെ കഴിവ്. കണ്ട എവിടെയും നമുക്ക് ഫോളോവർ ഉണ്ട്. UAE-ലും ഖത്തറിലും ഒമാനിലും എല്ലാവരും ഉണ്ട്. ഇതാ ഇങ്ങനെ എന്ത് ചെയ്യുക, അടുത്ത കുറച്ച് വയ്ക്കുക. ഇതാ പഠിച്ചോളി. ഇതെല്ലാവർക്കും അറിയായിരിക്കും, കുറേ ആൾക്കാർ അറിയുന്ന സംഭവമായിരുന്നു. പക്ഷേ എന്താണ് എല്ലാവർക്കും അറിഞ്ഞൂടാ. എല്ലാവർക്കും അറിയാം. എന്നാൽ പിന്നെ കഥയില്ലല്ലോ. ഇനി ഒഴിക്കുന്നുണ്ട്, ഒരുപാട് ഒഴിക്കുന്നുണ്ട് കേട്ടാ. അപ്പോൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ, അസ്സലാമു അലൈക്കും. അവസാനം ആയതിൻ്റെ ശേഷം എന്ത് ചെയ്യുക വെച്ചാൽ ഇതാ കുറച്ച് എന്ത് ചെയ്യുക, മല്ലിച്ചപ്പിടുക. ഞാൻ കൊടുക്കുന്നെ. മുട്ട ഉണ്ടാക്കിയത് വേഗം റീല് കാണുമ്പോൾ ആയിരുന്നു ഇങ്ങനെ ഉണ്ടാക്കാനാവില്ല. റീലെല്ലാം പിന്നെ കാണാം. എന്ത് ചെയ്യുക, ഇങ്ങനെ ശരിക്ക് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ അടിപൊളി മുട്ട പൊളിച്ച്. ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഉണ്ടാക്കി കൊടുത്തിട്ട് ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ഇതാ കണ്ടോടി. ആയിരം പാദസ്വരം കിലുങ്ങി. അപ്പം നമ്മളെ മുട്ട പൊറിച്ച് റെഡി. ഇതാ നല്ല മണി പോലെ ഇല്ല. എന്താ മല്ലിച്ചപ്പ് ലാസ്റ്റിടോ ഒന്നും കൊച്ചില്ലോ, അതന്നെ, വേറെ ഒന്നുമില്ല. ഞാൻ നമ്മളെ മെയിൻ ഷെഫ് റഫീഖ് സാഹിബ്. ഉള്ളി